വെൽക്കം ടു എജു ഫ്ലെയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് 8 ദേശീയ പ്രസ്ഥാനവും കേരളവും. ദേശീയ പ്രസ്ഥാനം കേരളം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിന്റെ പ്രതിമ ചിത്രമാണ് ഈ നൽകിയിട്ടുള്ളത്. 1971 കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം ഡച്ചുകാർ 1971 കുളച്ചിൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? തിരുവിതാംകൂർ സേനയെ നയിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരെ തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. ആര് ജയിച്ചു? തിരുവിതാംകൂർ ജയിക്കുകയാണ് ഉണ്ടായത്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അവരെപ്പോഴും രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യന്മാർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുന്നവർക്ക് മേൽക്കോയ്മ ലഭിച്ചത് ആർക്കാണ്? അത് ബ്രിട്ടീഷുകാർക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും. അപ്പൊ അന്നുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? 3 എണ്ണമായിരുന്നു: മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഈ മലബാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമായിരുന്നു നിലനിന്നിരുന്നത്. അപ്പൊ നോക്കിക്കേ, മലബാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള ഭരണരീതിയിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുള്ള രാജഭരണ രീതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പടയൊരുക്കത്തിൽ കാഹളം മുഴങ്ങുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ഈ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലബാർ പ്രദേശത്ത് നിന്ന് പോരാടിയ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാം? നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജയെ പറയാം. കേരളവർമ്മ പഴശ്ശിരാജയാണ് വടക്കേ മലബാറിൽ കോട്ടയം രാജകുടുംബമായിരുന്നു. കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു മലബാറിൽ ബ്രിട്ടീഷുകാർക്ക് ഇതിനെതിരെ നേതൃത്വം നൽകിയത്. നോക്കിക്കേ, പുരളിമലയിലെ പൂമരങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന പി കുഞ്ഞിരാമൻ നായർ. പുരളിമലയിലെ പൂമരങ്ങൾ ഇത് ഫൺവേർഡായിട്ടൊക്കെ ചോദിക്കാം, അതായത് MCQ ആയിട്ട് ചോദിക്കാവുന്നതാണ്, വളരെ ചാൻസ് ഉള്ളതാണ്. പി കുഞ്ഞിരാമൻ നായർ. പുരളിമലയിലെ പൂമരങ്ങൾ ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത്, പി കുഞ്ഞിരാമൻ നായർ. പുരളിമലയിലെ പൂമരങ്ങൾ. നോക്കിക്കേ, വടക്കേ മലബാർ അദ്ദേഹത്തിന്റെ പ്രദേശം എവിടെ ആയിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജയുടെ മേഖല ഏതാണ്? വടക്കേ മലബാർ ആയിരുന്നു, അല്ലെങ്കിൽ മലബാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ രാജകുടുംബം ഏതായിരുന്നു? കോട്ടയം രാജകുടുംബ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അപ്പൊ ആദ്യകാലത്ത് ഈ ബ്രിട്ടീഷുകാരും നമ്മുടെ പഴശ്ശിരാജയും തമ്മിൽ നല്ല ഒരു ഗുഡ് ടേംസിലായിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത്. അത് നമുക്ക് ആ കോണ്ടെക്സ്റ്റ് ഇവിടെ പറയും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്ന് എന്ത് ചെയ്തു? വ്യവസ്ഥയുണ്ട്. അപ്പൊ മൈസൂരുകാരെ ആര് സഹായിച്ചു? ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ ബ്രിട്ടീഷുകാരെ ആര് സഹായിച്ചു? പഴശ്ശിരാജ സഹായിച്ചിരുന്നു. അപ്പൊ അതിന് പകരമായി അദ്ദേഹത്തിന് എന്ത് ചെയ്തു? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം എന്ത് ചെയ്തു? നൽകി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. അപ്പം ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള അധികാരത്തിലായതെന്ന് ചോദിച്ചാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായത്. കോട്ടയത്ത് നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയ്ക്കാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ എന്ത് ആദ്യ പഴശ്ശിരാജയ്ക്ക് എന്ത് ചെയ്ത് അംഗീകാരം കൊടുത്തു. പിന്നെ ശ്രീരംഗപട്ടണം ഉടമ്പടി വന്നതോടെ മലബാർ ആരുടെ നിയന്ത്രണത്തിലായി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അപ്പൊ എന്ത് ചെയ്തു? നികുതി പിരിക്കാനുള്ള ഒരു അധികാരം പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള വീരവർമ്മയ്ക്കായിരുന്നു എന്ത് ചെയ്യുന്നത്? നൽകിയിരുന്നത്. ഈ അവഗണനയ്ക്കെതിരെ അപ്പൊ ഇന്ന് നമ്മുടെ പഴശ്ശി നോക്കിക്കൊണ്ടിരിക്കുകയല്ല, പഴശ്ശിക്ക് എന്തില്ല വിഷമം ഉണ്ടായി. അപ്പൊ ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച് പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി നൽകേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടുകൂടി പഴശ്ശിയും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ പ്രതിരോധ തന്ത്രങ്ങളാണ്? താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഒളിപ്പോര് നടത്തി, ഗറില്ല വാർഫെയർ നടത്തി. ഒളിപ്പോര് നടത്തിയത് അദ്ദേഹത്തിന് ഒരു ഫീച്ചറാണ്. ഇനി നോക്കിക്കേ, ശ്രീരംഗപട്ടണം ഉടമ്പടി എന്താണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ തമ്മിൽ
ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പൊ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആരാണ് മക്കളെ വിജയിച്ചത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വിജയിച്ചത്. അത് ഏത് വർഷമായിരുന്നു? ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 മാർച്ച് 18. ഇത് ആരൊക്കെ തമ്മിലായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പിട്ടത്? ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. ആര് തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പിട്ടത്. ഇതിന്റെ ഫലമായിട്ട് ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു പഴശ്ശിരാജയിലേക്ക് വരാം. ഇനി നോക്കിക്കേ, ഈ പഴശ്ശി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാന്ന് നോക്കിക്കേ. കുറിച്യർ നായകർ ആയിട്ടുള്ള തലക്കൽ ചന്തു ആരാണ്? കുറിച്യർ നായകനായിരുന്നു. ഇനി നായർപ്പടയെ നയിച്ചത് ആരാണ്? എടച്ചേന കുങ്കൻ. നായർപ്പടയെ നയിച്ചത് ആരാണ്? എടച്ചേന കുങ്കൻ. അപ്പൊ കുറിച്യർ നായക തലവനായിരുന്നു തലക്കൽ ചന്തു ആയിരുന്നു. നായർപ്പടയെ നയിച്ചത് എടച്ചേന കുങ്കൻ. കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായിട്ടുള്ള സൈനിക പിൻബലം നൽകി. അപ്പൊ ഏതൊക്കെയായിരുന്നു? ചന്തു, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ ഒന്നുകൂടെ പറഞ്ഞേ, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ ഒന്നുകൂടെ പറഞ്ഞേ, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായിട്ടുള്ള സൈനിക പിൻബലം നൽകി. വനങ്ങളും മലയിടുക്കുകളിലും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? കൈക്കൊണ്ടത്. നോക്കിക്കേ, തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? സൈനിക താവളങ്ങൾ, ബ്രിട്ടീഷുകാരുടെ സൈനിക താവളങ്ങൾ ഒരുക്കി. പുതിയ റോഡുകൾ നിർമ്മിച്ചു. വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. അപ്പൊ ഇത്രയും നടപടികളാണ് പഴശ്ശിരാജയ്ക്കെതിരെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നത്. നോക്കിക്കേ, പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത് നോക്കൂ. ഇത് കൊടുത്തിരിക്കുന്നത് ഇവര് പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന വിലയുടെ കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഇത് എടുത്തിരിക്കുന്ന ഏതാണ്? ഡോക്ടർ KKN കുറുപ്പിന്റെ പഴശ്ശി സമരങ്ങൾ. ഇത് ഒരുപാട് വട്ടം PSC പഴശ്ശി സമരങ്ങൾ എഴുതിയിരിക്കുന്നത് തന്നെ ഡോക്ടർ KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ എഴുതിയിരിക്കുന്ന ആരാണ്? ഡോക്ടർ KKN കുറുപ്പ്. ഇനി നോക്കിക്കേ, നെക്സ്റ്റ്, കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും എന്താണ്? ഫലമുണ്ടായില്ല. തലശ്ശേരി കളക്ടറായി സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. അപ്പോൾ പഴശ്ശി കലയുമായി ബന്ധപ്പെട്ടത് ആരാണ്? സബ് കളക്ടറിന്റെ പേരെന്താ? തോമസ് ഹാർവേ ബാബർ ആണ്. തലശ്ശേരിയിലെ വേറെ പേരൊക്കെ തെറ്റിച്ചു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്നിട്ടുള്ള ആരാണ്? തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തരായിരുന്ന സേനാനായകരെ വധിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഇനി 1805 നവംബർ 30 വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം എന്ത് ചെയ്തു? വീരമൃത്യു വരിച്ചു. അപ്പോൾ 1805 നവംബർ 30. 1805 ഒരുപാട് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതെന്നാണ് PYQ ആണ്. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്തു? അദ്ദേഹം വീരമൃത്യു വരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃതിയാൽ നിലവിലുള്ള നാടുവാഴികൾ എന്ന രീതിയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? തോമസ് ബാബറാണ്. സബ് കളക്ടറായിരുന്നു തോമസ് ബാബറായിരുന്നു എന്ത് ചെയ്തത്? ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. വിളംബര ആഘോഷമൊഴിക്ക് ദളവ. ഇനി നമ്മൾ എന്താണ് ദളവയെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയാൻ പോകുന്നത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. അപ്പം ആരുടെ? തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഏത് മഹാരാജാവിന്റെ ദളവയായിരുന്നു? ബാലരാമവർമ്മ മഹാരാജാവിന്റെ ബാലരാമ എന്ന് ഓർത്തിരിക്കുക. ബാലരാമ എന്ന് ഓർത്തിരിക്കുക. ബാലരാമ മഹാരാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുള്ള മെക്കാലയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഓക്കെ, അത് മനസ്സിലായില്ലേ? ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുള്ള മെക്കാലയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാല റദ്ദാക്കുകയും കമ്പനി നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ
അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പി ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കി. അപ്പൊ നോക്കിക്കോ, ഒന്നുകൂടെ നോക്കിക്കോ, ആരുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം? വേലുത്തമ്പി ബാലരാമ മഹാരാജാവിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. ഇനി പറയുന്നു 1905 എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ എന്തായാലും ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുള്ള മെക്കാലയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. തിരുവിതാംകൂർ ആരുടെ നിയന്ത്രണത്തിലായി? ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുള്ള മെക്കാലയുടെ നിയന്ത്രണത്തിലായി. പിന്നീട് എന്താണ് മെക്കാല പറഞ്ഞു, എന്താണ് എല്ലാ നികുതി കുടിശ്ശികകളും എന്താണ് ഉടൻ തിരിച്ചടയ്ക്കണം എന്നുള്ള നിർബന്ധം, മെക്കാലെ നിർബന്ധം പിടിച്ചതോടുകൂടി വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആ ഒരു എന്ത് ചെയ്ത ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ പ്രശ്നത്തിലാക്കി. ഇനി കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. ഇനി മെക്കാലെ കാരണം കൊച്ചിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്? അപ്പം തിരുവിതാംകൂറിലെ പ്രശ്നം നമ്മൾ പറഞ്ഞല്ലോ, അവിടെ വേലുത്തമ്പി ദളവയായിട്ട് അടിയായി മാറി. ഇനി കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛന് മെക്കാലിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാലയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ്, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സായി. വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും എന്തെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് ആരെ ആക്രമിച്ചു? വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും ആരെ ആക്രമിച്ച്? മെക്കാലയുടെ കൊച്ചിയിലെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് എന്താണ് മെക്കാല രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇനി നോക്കിക്കേ, ഇങ്ങനെ ആക്രമിച്ചതിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കുമോ? ഇല്ല. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരം ഒരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരത്തിനെയാണ് നമ്മൾ കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ കുണ്ടറ വിളംബരം ആർക്കെതിരെയായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. 1809 ജനുവരി 11. ഇത് ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1809 ജനുവരി 11 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമില്ലായിരുന്നെങ്കിലും നാട്ടുകാരെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായിട്ടുള്ള പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്ത് ദളവയ്ക്ക് തിരിച്ചടിയായി മാറി. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്നും രാജാവ് നീക്കം ചെയ്തു. ഏത് രാജാവാണ് നീക്കം ചെയ്തത്? ബാലരാമ വർമ്മയാണ് എന്ത് ചെയ്തത്? നീക്കം ചെയ്തത്. നമ്മൾ പറഞ്ഞില്ലേ, ബാലരാമ വർമ്മയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തികൾക്ക് പിടികൂടാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. അപ്പൊ വേലുത്തമ്പി ദളവ എവിടെ വെച്ചിട്ടാണ് മരണം കഴിച്ചത്? മണ്ണടിയിൽ വെച്ചിട്ടാണ് വേലുത്തമ്പി ദളവ മരിക്കുന്നത്. ഇനി നോക്കിയേ, കുണ്ടറ വിളംബരം. കൊല്ലവർഷം 947. ഏത് വർഷമാണ്? 940 മകരം 1. 948 മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണമെന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂർ ദളവയായിട്ടുള്ള വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. അപ്പൊ കുണ്ടറ വിളംബരം ഏത് വർഷമാണ്? കൊല്ലവർഷം 941 മകരം 1. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ്? പോരാടണം, ഇവരെ നമ്മളെ നാട് കൊള്ളയടിക്കുകയാണ്. ആ ഒരു കോണ്ടന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ കുണ്ടറ വിളംബരത്തിനകത്തൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി കൊച്ചിയും പാലിയത്തച്ഛനും. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചതെന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ പാലിയത്തച്ഛൻ പോരാടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുള്ള മെക്കാലെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. അപ്പൊ മെക്കാലെ എന്ത് ചെയ്തു? കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ് പാലിയത്തച്ഛന് ഒന്നാമതായി ദേഷ്യം ഉണ്ടാകാൻ കാരണം. അതോടൊപ്പം പാലിയത്തച്ഛന് ശത്രുവിന് മെക്കാലെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമായി. അതാണ് ശത്രുവിന് അഭയം നൽകിയതും പ്രശ്നം എന്ത് ചെയ്തു? രൂക്ഷമാക്കി മാറ്റി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും അദ്ദേഹം ഒടുവിൽ ബ്രിട്ടീഷുകാർ മദുരാശിയിലേക്ക് നാടുകടത്തി. അപ്പൊ എന്ത് ചെയ്തു? പാലിയത്തച്ഛൻ എങ്ങോട്ടാണ് നാടുകടത്തിയെന്നൊരു പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങോട്ടാണ്? മദുരാശിയിലേക്കാണ് നാടുകടത്തിയതാണ് പാലിയത്തച്ഛൻ. അപ്പൊ മെക്കാലയുമായിട്ടുള്ള പ്രശ്നത്തിലാണ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛൻ എങ്ങോട്ടാണ് നാടുകടത്തിയത്? മദുരാശിയിലേക്കാണ് നാട് കടത്തിയത്. ഇനി പാലിയത്തച്ഛൻ കൊച്ചി രാജ്യത്തെ പാല്യം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. കൊച്ചി രാജ്യത്തെ പാല്യം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് എന്ത്? പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചിരുന്നു. അപ്പൊ ഇവര് ഏതൊക്കെ സ്ഥാനങ്ങളാണ് വഹിച്ചിരുന്നത്? മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു.
ഇനി കുറിച്യർ കലാപത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രതിരോധത്തിന്റെ വീരഗാഥ. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്ര ജനതയാണ് ചിത്രം 8.6 ചിത്രീകരിക്കുന്നത്. ഗോത്ര ജനതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? നമുക്ക് പരിശോധിക്കാം. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. അപ്പം ആരൊക്കെയായിരുന്നു ഇവര്? കുറിച്യർ ലഹളയ്ക്ക് പങ്കെടുത്ത ആരാന്ന് വെച്ചാൽ കുറിച്യരും കുറുമ്പരുമായിരുന്നു. ഇനി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്നത് ഇവരാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് ഇവരെ കണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? ഈ കുറിച്യർ എന്ത് ചെയ്തു? നമ്മുടെ പഴശ്ശിരാജയെ സഹായിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗോത്ര ജനതയെ ബ്രിട്ടീഷുകാർ എന്താണ്? ശത്രുക്കളായിട്ടാണ് കണ്ടത്. എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്ന് നോക്കും. ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. എന്നാണ് അവരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല. അവർ നടത്തിക്കൊണ്ടിരുന്ന പരമ്പരാഗതമായിട്ടുള്ള കൃഷിരീതികളുണ്ട്, അത് തുടരാൻ എന്ത് ചെയ്തില്ല? ഈ ബ്രിട്ടീഷുകാർ ഈ ഗോത്ര ജനതയെ അനുവദിച്ചിരുന്നില്ല. നികുതി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. ഇതൊരു പുതിയ പോയിന്റാണ് കേട്ടോ. പണം ആവശ്യപ്പെട്ടു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിഭൂമികൾ തുടരാൻ അനുവദിച്ചില്ല. നികുതിയായ സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. 1812 ഏത് കലാപം ആരംഭിച്ചത്? കുറിച്യർ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കുകയും പ്രാദേശിക സഹായങ്ങൾ നേടിയതും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത പോരാടി. രാമൻ എം പി അഥവാ രാമമൂപ്പൻ ആയിരുന്നു ഇവരുടെ നേതാവ്. കുറിച്യർ ലഹള ഏത് വർഷമാണ്? 1812 ഇതിന് നേതൃത്വം നൽകിയതാണ് രാമൻ എം പി ആണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അപ്പൊ ഇതിനകത്ത് പഠിക്കാനുള്ളത് കുറിച്യർ കലാപം എന്നാണ്. 1812 രാമൻ എം പി ആണ് എന്ത് ചെയ്തത്? നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷി രീതികൾ തുടരാൻ അനുവദിച്ചില്ല. നികുതിക്ക് സാധനങ്ങൾക്ക് പകരം എന്താണ്? പണം ആവശ്യപ്പെട്ടു. കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. കർഷകരുടെ അസംതൃപ്തി കലാപത്തിലേക്ക് എത്തുന്ന ആ ഒരു ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1836 മുതൽ 55 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22 ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. ഈ ഒരു കോട്ട എടുത്തിരിക്കുന്ന മലബാർ ഗസറ്ററിൽ നിന്നാണ് ഈ ഒരു കോട്ട എടുത്തിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായി. 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ 18 19 ആണോ നമ്മൾ കൺഫ്യൂഷൻ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെച്ചേക്കുക. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ്? കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായത് എന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വില്യം ലോഗൻ്റെ ഏതാണ്? മലബാർ മാനുവലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണ മാനുവലാണ്. ഇത് മലബാർ മാനുവൽ എഴുതിയിരിക്കുന്ന ആരാണ്? വില്യം ലോഗനാണെന്ന് ഓർത്തിരിക്കുക. തൻ്റെ അന്വേഷണ റിപ്പോർട്ട് രേഖപ്പെടുത്തി. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമണവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങളെന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ്? തെക്കൻ മലബാറിലെ മാപ്പിള കർഷകർ പങ്കെടുത്തത് കൊണ്ട് തന്നെ എന്താണ് ഈ കലാപങ്ങളെ എന്താണ് ഇവരെല്ലാം കൂടി ഒരുമിച്ച് വിളിച്ചത്? എന്താണ്? മാപ്പിള കലാപങ്ങളാണെന്നാണ്. ഇനി ഇത് പോയിന്റ്സ് നമ്മൾ മേലെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇത് ഫില്ല് ചെയ്യാനുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതി കുമ്മിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാതി കുമ്മി എടുത്തിരിക്കുന്നത് ആരുടെയാണ്? ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സാമൂഹ്യ പരിഷ്കർത്താക്കളും അവയുടെ പ്രവർത്തനങ്ങൾ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമേ കണ്ണാടി പ്രതിഷ്ഠ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമേ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ഏത് പ്രതിഷ്ഠ നടത്തി? കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തിൻ്റെ
പ്രസ്ഥാനമാണെന്ത്? സമത്വ സമാജം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണെന്ത്? സമത്വ സമാജം. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം എന്ന് പറയുന്ന ഒരുപാട് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള, അതായത് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നിട്ടുള്ള അവശത അനുഭവിക്കുന്ന ഇവിടെ ഉണ്ട് കേട്ടോ, അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചതാരായിരുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ് ആര്? ശ്രീനാരായണ ഗുരു. പ്രഥമ സ്ഥാനീയനാണ്. സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ നിന്ന് പ്രഥമ സ്ഥാനീയനാണ്. ഇദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നത്? അന്ധവിശ്വാസങ്ങൾക്ക് ജാതി വിവേചനത്തിനുമെതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഉദ്ബോധിച്ചത്. ഒരുപാട് വട്ടം പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ് ഗുരുവാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞത്. അങ്ങ് അഭിപ്രായപ്പെട്ടതാണ് ഗുരുവാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും, എവിടെയാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്? അരുവിപ്പുറത്താണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1888 എന്ത് ചെയ്യുന്നത്? 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ജാതിഭേദം മതദ്വേഷം ഏവരും സഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന ക്ഷേത്രത്തിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇത് ഒരുപാട് വട്ടം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പി വൈക്കുവാണ്. ഇതും എന്താണ്? പി വൈക്കുവാണ്. ഇത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. എവിടെയാണ്? അരുവിപ്പുറത്താണെന്ന് ഇത് ജാതിഭേദം മതദ്വേഷം അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എവിടെയാണ്? അരുവിപ്പുറത്താണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശൻ, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻസ് ആരൊക്കെയാണെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചത്. ഒരു വട്ടം പ്രീവിയസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? അയ്യപ്പൻ, കുമാരനാശൻ, സഹോദരൻ അയ്യപ്പൻ, കുമാരനാശൻ, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ. ഇത് SCRT പറഞ്ഞിരിക്കുന്നുണ്ട്, ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ, കുമാരനാശൻ, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇത് ഏതാണ്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിലത്തെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ബോധിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888 അവിടെയാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം എന്നുള്ള ആ ഒരു വേർഡിങ് തുടങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അരുവിപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഡിസിപ്ലിൻസ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ പറയേണ്ടത്? സഹോദരൻ അയ്യപ്പൻ, കുമാരനാശൻ, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? നമ്മൾ ആദിഭാഷ പറയാം, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ഇത് കുട്ടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയും യുക്തിരഹിതമായ ആചാരങ്ങൾ എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. നെക്സ്റ്റ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹത്താണ് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിനായി വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊളിത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്ന് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ദേശാഭിമാനി ആരാണ്? അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പൊയ്ഹൽ യോഹന്നാനാണ്. പൊയ്ഹൽ യോഹന്നാൻ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? പൊയ്ഹൽ യോഹന്നാൻ. ഇദ്ദേഹത്തിനായ പൊയ്ഹൽ അപ്പച്ചനെന്നും അങ്ങനെ എന്താണ് വേറെ കുറേ പേരുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ VT ഭട്ടതിരിപ്പാട്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരായിരുന്നു? പൊയ്ഹൽ യോഹന്നാനായിരുന്നു. ഇനി VT ഭട്ടതിരിപ്പാട് ഏതാണ്? യോഗക്ഷേമ സഭയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഏത് സമുദായക്കാരനാണെന്ന് ചോദിച്ചു നോക്കിയാൽ നമ്പൂതിരി സമുദായ പരിഷ്കർത്താവും സാമൂഹ്യ എഴുത്തുകാരൻ, പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകൾ അറിയപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം നമ്പൂതിരി സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടക രചിതാരാണ്? VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇതാണ് യോഗക്ഷേമ സഭയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെ എന്നത്? പൊയ്ഹൽ യോഹന്നാൻ്റേതായിരുന്നു. നെക്സ്റ്റ് ഓക്കെ അയ്യങ്കാളിയുമായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സാധുജന പരിപാലന സംഘം ആരാണ് മക്കളെ? അത് അയ്യങ്കാളിയാണ്. അടിസ്ഥാന
ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സന്താന സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. ഏതൊക്കെ സമരമാണ്? വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം. ഏതൊക്കെ സമരം? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ നേതൃത്വം നൽകിയ പ്രധാന വ്യക്തിയായിരുന്നു ഏത്? അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. നെക്സ്റ്റ് മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇതൊക്കെ നമുക്ക് എന്താണ്? ഇദ്ദേഹം നായർ സമുദായത്തിന് വേണ്ടി, മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആരാണ്? നമ്മുടെ VT ഭട്ടതിരിപ്പാട് എന്ന നമ്പൂതിരി സമുദായത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം അങ്ങ് ഡിസ്കസ് ചെയ്ത് പഠിക്കണ്ട. അതിൻ്റെ ഒരു കീവേഡ് കാണും, അത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നായർ സമുദായം എന്ന് ചോദിച്ചാൽ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഇത് നോക്കിക്കേ, അടുത്തൊരു കീവേഡാണ്. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ നയിച്ച ഒരു വ്യക്തിയാണെന്ത്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം നമ്മൾ പറയുന്ന നായർ സമുദായത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിന്നപ്പോൾ അദ്ദേഹം എന്താണ്? നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ ഇന്നത്തെ NSS ആണെന്ത്? നായർ സർവീസ് സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത് അതാണ് മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അരയ സമാജം. ഏത് സമാജമാണ്? അരയ സമാജം. ആര്യ സമാജമല്ല, അരയ സമാജമാണ്. അദ്ദേഹം കവിയും നാടകകൃത്തുമായി ഇദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി, അദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കീവേഡ് ഏതാണ്? പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി നിലനിന്ന ആളായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം. നെക്സ്റ്റ് വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാസംഘം. ഇത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ചോദിച്ചാണ്. ആത്മവിദ്യാസംഘം ഏതാണ്? വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹം യുക്തി അധിഷ്ഠിതമായിട്ടുള്ള വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആത്മവിദ്യാസംഘം ആരെയാണ്? വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹം എന്നൊരു യുക്തിക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുത്തിരുന്നത്. ജസ്റ്റ് അങ്ങനെ ഓർത്ത് വാഗ്ഭടാനന്ദ യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ്റെ ആണ്. നെക്സ്റ്റ്, ഇവരെ കൂടാതെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മണിമംഗലം, ആര്യപ്പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. സ്ത്രീകൾക്ക് വിമൻസിന് വേണ്ടി പോരാടിയതാണ് ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മണിമംഗലം, ആര്യപ്പള്ളം, കാളിക്കുട്ടി ആശാത്തി. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ടി പോരാടിയ ആൾക്കാരാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണം. ഇതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാവുന്നതല്ലേ, കോമൺ ഫാക്റ്റാണ്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞത്. സാമൂഹ്യ അതായത് ഈ നവോത്ഥാന നായകന്മാർ വന്നപ്പോൾ എന്താണ്? കേരളത്തിൻ്റെ സ്ഥിതി ഫുള്ളായിട്ട് മാറി എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ അവകാശങ്ങൾക്കും അത് വിദ്യാഭ്യാസ പുരോഗതിക്കും ഒക്കെ കാരണമായി എന്ത് ചെയ്തു? ഇത്തരം നവോത്ഥാന നായകന്മാർ കേരളത്തിൽ വന്നതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ഇനി പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ. അതിൽ ഒന്നാമത്തെയാണ് മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അതായത് എന്താണ്? സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് അന്നത്തെ രാജാവായിട്ടുള്ള ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിൽ എന്താണ് മേൽമുണ്ട് സമരം എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ ഏത് സമുദായമാണ്? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതായത് ഈ ചാന്നാർ സമുദായപ്പെട്ട സ്ത്രീകൾക്ക് എന്താണ്? മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെടുന്ന ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. അപ്പോൾ ഈ ചാന്നാർ സ്ത്രീകളെ എന്താണ് ഇങ്ങനെ ഈ മേൽമുണ്ട് ധരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ മേൽജാതിക്കാർ എന്ത് ചെയ്യും? ഇവരുടെ ഈ ഒരു മേൽമുണ്ട് എന്ത് ചെയ്യും? അഴിച്ചു മാറ്റുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ വലിച്ചു കീറി കളയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് തെക്കൻ തിരുവിതാംകൂർ പലയിടങ്ങളിൽ കലാപം പുറപ്പെട്ടു. 1959 ജനുവരി 26 ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ. 1959 ജനുവരി 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ എന്നാണ് ഇവർക്ക് മേൽമുണ്ടുമായി ചോദിച്ച വർഷം, മേൽമുണ്ടുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1959 ഏതാണ്? ജൂലൈ 26. ഏത് വർഷമാണ്? ജൂലൈ 26. രാജാവ് ചോദിച്ചാൽ നമ്മൾ ആരാ വേണ്ട? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുകൊണ്ട് ഈ മേൽമുണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര് നമുക്ക് എന്താണ്? നമുക്ക് പറയാം ചാന്നാർ ലഹളയെന്നും കൂടി എന്ത് ചെയ്യാൻ പറയാം. ഈ മേൽമുണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ചാന്നാർ ലഹള. വൈക്കം സത്യാഗ്രഹം.
അയിത്തജാതിക്കാർക്ക് ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ബോർഡാണ് ഇങ്ങനെ എഴുതിയിരുന്നത്. ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയായിരുന്നു, അയിത്തജാതിക്കാർക്ക് ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇതിന് കീവേഡ് എന്ന് പറയുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ഇതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണെന്നത്. വൈക്കം സത്യാഗ്രഹം എന്നുമായി ബന്ധപ്പെട്ടതാണ്? സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സമരമാണത്. ഇനി വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അത് താഴ്ന്ന ജാതിക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൽ കൂടി നടക്കാൻ സാധിച്ചില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ഇതിനെതിരെ എന്ത് ചെയ്തു? 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ആരാന്നൊക്കെ? ടി കെ മാധവൻ. അതായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഒരുപാട് വട്ടം പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. അത് ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, ടി കെ മാധവൻ, കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹത്തിന് നയിച്ചത്. ദേശീയ ശ്രദ്ധ അർഹിച്ച വൈക്കം സത്യാഗ്രഹം ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സത്യാഗ്രഹമാണ് എന്തെന്ന്? വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ താഴ്ന്നു നിന്ന് ഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അവൻ അനുവദിച്ചിരുന്നില്ല. അത് താഴ്ന്ന ജാതിക്കാർക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നില്ല. വൈക്കം സത്യാഗ്രഹത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹത്തെ നയിച്ചത്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹത്തെ മഹാത്മാഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് വരെയാണ്? വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചതെന്ന് വെച്ചാൽ എന്താണ്? അതെ, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പോൾ എന്താണ് ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്? അത് ഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് എന്ത് ചെയ്തത്? അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ കിഴക്കേ നട ഒഴികെയുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗക്കാർക്കും തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പോൾ 1925 നവംബർ 23 എന്ത് ചെയ്തു? ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗക്കാർക്കും എന്ത് ചെയ്തു? തുറന്നു കൊടുക്കപ്പെട്ടു. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ജാഥയാണ് സവർണ ജാഥ. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ എന്ന് ചോദിച്ചിട്ടുണ്ട്? ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇതാണ് എന്ത്? സവർണ ജാഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സവർണ ജാഥ എവിടെ മുതൽ എവിടം വരെയാണ്? വൈക്കം ടു ട്രിവാൻഡ്രം. ഒന്നുകൂടി പറഞ്ഞേ, വൈക്കം ടു ട്രിവാൻഡ്രം. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ വൈക്കം ടു ട്രിവാൻഡ്രം സവർണ ജാഥയാണ്. ഇത് എന്തിനാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? വൈക്കം സത്യാഗ്രഹത്തിനാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സവർണ നടത്തിയതാരാണ്? നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. അടുത്തതാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഒരുപാടായിട്ട് ചോദിച്ചിട്ടുണ്ട്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ പ്രക്ഷോഭം അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പോൾ എന്നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്? ഇത് ചോദിച്ചിട്ടുണ്ട് ഒരുപാടായിട്ട് പ്രീവിയസ് ആണ്. 1931 നവംബർ 1. 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നവംബർ 1. 1931 നവംബർ 1 ഏത് സത്യാഗ്രഹമാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരിക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ഗോപാലൻ. അപ്പോൾ സമരത്തിന്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനായിരുന്നു. അതോടൊപ്പം പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു ഇവർ രണ്ടുപേരും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. കെ കേളപ്പൻ ക്ഷേത്രത്തിനുള്ളിൽ 2 മാസം
ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായി നാനാ ദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. അപ്പോൾ ആരാണ് ഉപവാസം, മരണം വരെ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചത്? ആരാണ്? കെ കേളപ്പനാണ്. ഗാന്ധിജി ഇടപെട്ട് എന്ത് ചെയ്തു? ഈ ഉപവാസം അവസാനിപ്പിച്ചു. ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിൽ, ഏത് താലൂക്കിലാണ്? പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനഹിത പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് വെച്ചാൽ AK ഗോപാലാണ്. ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? 1931 നവംബർ 1. പിന്നെ ഒരു ജനഹിത പരിശോധന നടന്നത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത്? പ്രീവിയസ് ഇയർ ചോദിച്ച ജനഹിത പരിശോധന ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട? ഓപ്ഷൻസ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം എന്നീ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതാണ് ജനഹിത പരിശോധന നടന്നത്? ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഏത് താലൂക്കിലായിരുന്നു? പൊന്നാനി താലൂക്കിലായിരുന്നു. താലൂക്കും കൂടെ പുറത്ത് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതാണ് AK ഗോപാലൻ, P കൃഷ്ണപിള്ളയുടെ ഫോട്ടോസൊക്കെ ഇന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആധുനിക കാലത്തെ മഹാത്ഭുതം, ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് പറയുന്നത്, മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ആരാണെന്ന് ചോദിച്ചാലാണ്? ശ്രീ ചിത്തിര ബാലരാമവർമ്മ. ശ്രീ ചിത്തിര ബാലരാമവർമ്മ. ആദ്യമായിട്ട് പഠിക്കുന്നവർ പേര് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഏത് വർഷമാണ്? 1936 നവംബർ 12. 1936 നവംബർ 12. ഇതൊക്കെ ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. 1936 നവംബർ 12. ഏത് വർഷമാണ്? 1936 നവംബർ 12. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു. എന്താണ് ഈ ഒരു ഇതിലൂടെ? എന്താണ് എല്ലാ വിഭാഗക്കാർക്കും എന്ത് ചെയ്ത്? എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കൾക്കും ക്ഷേത്രം തുറന്നു കൊടുത്തു. ഗാന്ധിജി ഈ ഒരു വിളംബരത്തെ, അതായത് ഈ ആധുനിക കാലത്തെ മഹാത്ഭുതമാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്? ആധുനിക കാലത്തെ മഹാത്ഭുതമായിട്ടാണ് ആര് വിശേഷിപ്പിക്കുന്നത്? നമ്മുടെ ഗാന്ധിജി വിശേഷിപ്പിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, പാലിയം സത്യാഗ്രഹം നടന്നത് 1947. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? C കേശവനാണ്. പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് C കേശവനായിരുന്നു. ആർക്ക്? എന്തിന് നേതൃത്വം നൽകി? പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഐച്ചോടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. ഇതും എന്താണ്? അയിത്തവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം തന്നെയാണെന്ത്? പാലിയ സത്യാഗ്രഹം. കൊച്ചിയിലെ ചേതമംഗലത്തെ പാലിത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി, അതായത് പാലിത്തച്ഛന്റെ വീട് ചേതമംഗലത്തെ ഒരു പ്രദേശത്തിലൂടെ ഈ റോഡിലൂടെ എന്താണ്? അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എന്നാൻ പറ്റില്ല, അതിലൂടെ എന്താണ് പോകാൻ പറ്റില്ലായിരുന്നു. ഇതിനെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. എന്നൊക്കെ പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളുടെ പേരാണ് C കേശവൻ. C കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദന മുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നതോടുകൂടി പാലി റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം എന്ത് ചെയ്ത് ഇല്ലാതെ. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഇത്രയും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ കൊച്ചിയിലെ ഏത് റോഡാണ്? ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പാലി എന്ന് പറയുന്നത് അയിത്തവുമായി ബന്ധപ്പെട്ടതാണ്. 47 C കേശവനാണ്. എവിടെയാണ്? പാലി തച്ചൻ്റെ വസതിക്ക് മുന്നിൽ കൊച്ചിയിലെ ചേതമംഗലത്തെ ആ ഒരു റോഡിലൂടെ നടന്നൊരു പ്രക്ഷോഭമാണ്. ഇതിന് നേതൃത്വം നൽകിയ C കേശവൻ. അത് മാത്രം നമുക്ക് മതി. ഇനി മേൽമുണ്ട് എന്ന് പറയുന്ന വസ്ത്രധാരണകൾക്ക് നമുക്ക് മനസ്സിലാവില്ല. വൈക്കം എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ചാര സ്വാതന്ത്ര്യം. ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്ത് പാലി സത്യാഗ്രഹം അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ്, ദേശീയബോധത്തിന്റെ സമരജ്വാല. വരിക സഹചര്യം എന്ന് പറയുന്നൊരു വരി ഇവിടെ തുടങ്ങുന്നുണ്ട്. ഇത് 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്ക അംശി നാരായണ പിള്ള എഴുതിയ വരികളാണ്. അപ്പോൾ വരിക സഹചര്യം എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. വരിക സഹചര്യം എഴുതിയതാരാണ്? അംശി നാരായണ പിള്ള. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചെങ്കിലും മുദ്രാവാക്യം മുഴക്കി പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയായി നീങ്ങി.